ഇതേപോലെ അത് നടക്കത്തില്ല, അത് വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞ് എനിക്കത് കാണാൻ പറ്റും. ഇപ്പൊ നാട്ടിലുണ്ട്, ഞാൻ വിസ പുതുക്കാൻ വന്നയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് വരുന്നതിന് എന്താ വന്നോന്ന് പറഞ്ഞു. കോളേജിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് കോളേജിൽ പോയി ഞങ്ങൾക്ക് ഉച്ചവരെ ഉള്ളായിരുന്നു. നോക്കുമ്പോ കറക്റ്റ് മറ്റേ വെള്ളയൊക്കെ ഇട്ട് വടിവെട്ട ഡ്രസ്സൊക്കെ ഇട്ട് വാതൊക്കെ വന്ന് നിൽക്കും. ഞാൻ ഒരു കൂട്ടുകാരുടെ ഇതാണ് ഞാൻ പറഞ്ഞ് ഇക്ക വരൂന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കണ്ട ഉടനെ തന്നെ ഇവരുടെ ബന്ധുക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ച് എന്നെ കൊണ്ടുവന്ന് കാണിച്ച് കല്യാണം കഴിക്കണമെന്നായി. പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് റിലാക്സ് ആയിട്ട് അതൊന്നും വരത്തില്ല. എന്റെ അടുത്ത് ഇങ്ങനെ പറയാം, എന്റെ കൂടെ വന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കണോന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ച് ഭയങ്കര കൺവിൻസ്. എന്റെ അടുത്ത് ഞാൻ ഇത്ര വർഷം 9 വർഷമായിട്ട് നിന്നെ തന്നെയാ സ്നേഹിക്കുന്നത്, ആരെന്നെ ഇതിന് വേറെ കുറെ ഒക്കെ ഉണ്ടെന്ന്. എന്നാലും ഉള്ളിന്റെ ഉള്ളില് എന്താ പറയാ, ചിന്നുവിനോട് തന്നെയായിരുന്നോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടല്ലോ വേറെ ഒക്കെ വായി നോക്കുമ്പോഴും? എല്ലാരും അതേപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചിന്നു മാത്രം. അത് രസമുണ്ട്. അങ്ങനെ കുറെയൊക്കെ സംസാരിച്ച് ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ പുള്ളിക്കാരി വീട്ടിലെ ആൾക്കാരെയൊക്കെ പെണ്ണ് ചോദിച്ച് വീട്ടിൽ വിട്ട്. ഞാൻ ഹോട്ടലിൽ അവിടെ എത്തിയില്ല, ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് ഫാമിലിയിലുള്ള ആൾക്കാരെയൊക്കെ പെണ്ണ് ചോദിച്ച് വീട്ടിൽ വിട്ട്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ അവളുടെ ചോദിച്ചാൽ ഇത്രയും പ്രശ്നമൊക്കെ വന്നോണ്ട് ഇനി അവള് നോക്കിയിട്ട് തീരുമാനിക്കട്ടെ എന്ന്. പിന്നെ ഒരു രക്ഷയില്ല, പുള്ളിയുടെ വക ഓരോ ദിവസം ഓരോരുത്തരെ വീട്ടിൽ വിടുക, വഴി വെച്ച് കാണുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കല്, ഇവരെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ്